കോട്ടയം ഈരാറ്റുപേട്ടയിൽ പോലീസ് വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ച് യാത്ര ചെയ്ത ക്രിമിനൽ സംഘം പിടിയിൽ. ക്രിമിനൽ കേസ് പ്രതികളായ ജിജോ അഭിലാഷ്, ഷാനവാസ് എന്നിവരെ ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടകരമായ ഡ്രൈവിംഗ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കഞ്ചാവ് കടത്ത് സംശയിച്ച് കാർ പിന്തുടർന്ന പോലീസ് വാഹനത്തിന് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നു. ജോസി, നിയമലംഘനങ്ങൾ കൂടിക്കൂടി വരികയാണ്, ആവർത്തിക്കുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുൻപിൽ പോലും ഒരു കൂസലുമില്ലാതെ നിയമങ്ങൾ ലംഘിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ, ആരൊക്കെയാണ് പിടിയിലായത്? കൂടുതൽ വിവരങ്ങൾ. ആതിര, ഇന്നലെയാണ് ഈരാറ്റുപേട്ടയിൽ ഈ സംഭവം ഉണ്ടായത്. ക്രിമിനൽ സംഘാംഗങ്ങളായ ഷാനവാസ്, ജിജോ, അഭിലാഷ് എന്നിവരാണ് ഒരു കാറിൽ സഞ്ചരിച്ചിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ കഞ്ചാവ് ഉണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഒരു ജീപ്പിലും മറ്റൊരു കാറിലുമായി ഇവരെ പിന്തുടരുകയായിരുന്നു. ഇതിനിടെയാണ് പ്രതികൾ പോലീസിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പോലീസ് ജീപ്പിന് മുൻപിൽ വാഹനം നിർത്തിയതും അതോടൊപ്പം പോലീസ് ജീപ്പിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പോലീസ് ജീപ്പിൽ വാഹനം ഇടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നാട്ടുകാരും ചേർന്ന് പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പിടിയിലായ 3 പേർക്കുമെതിരെയും നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുള്ള ആളുകളാണ്. ഇതേ തുടർന്നാണ് ഈ കഞ്ചാവ് ഇവർ കടത്തുന്നുണ്ടെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നതും അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത്. എന്തായാലും പോലീസുകാർക്ക് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വാഹനത്തിന് പോലീസുകാർ സഞ്ചരിച്ച ജീപ്പിനും കാറിനും ഗൗരവ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആതിര, ശരി, വിവരങ്ങൾ നൽകിയത് ജോസി ബാബു ആയിരുന്നു.